പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 അവസാനത്തെ ചാപ്റ്റർ വേവ്സിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതില് ഇതിനു മുമ്പുള്ള പല എക്സാമുകളിലും പല പ്രീവിയസ് എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, അതിൽ വേവ്സ് പല ടൈപ്പ് ഉണ്ട്. ട്രാവലിംഗ് വേവ്, സ്റ്റേഷനറി വേവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചതാണ്. ഇതില് ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ആ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ ഓർമ്മിപ്പിക്കാം. y = a sin kx - ωt + ϕ. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആണ്. ഇതേ മോഡൽ ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് വേവ് ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ട്രാവലിംഗ് വേവ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് പോസിറ്റീവ് എച്ച് ഡയറക്ഷനിലാണ് വേവ് സഞ്ചരിക്കുന്നത്. വേവ് എന്ന് പറയുന്നത് അറിയാം, സഞ്ചരിക്കുന്നതാണ്. അപ്പൊ ഇത് ട്രാവലിംഗ് വേവ് ആണ്. ഈ ട്രാവലിംഗ് വേവ് പോസിറ്റീവ് എച്ച് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു, അതായത് ഇങ്ങോട്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതാറുള്ളത്. എന്നാൽ ഈ വേവ് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി, ഇവിടെ പ്ലസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഈ മോഡൽ ഇക്വേഷൻ ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആണ്. പിന്നെ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ ഓരോ ടേംസും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇത് y എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. y എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണ്. വേവ് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തുണ്ടാവും? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. വേവിന്റെ ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തായിട്ട് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി k പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതിന് കോൺസ്റ്റന്റ് ആണിത്. വേവ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണിത്. പിന്നെ x എന്ന് പറയുന്നത് നമുക്കറിയാം പൊസിഷൻ ആണ്. പിന്നെ ഒമേഗ ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ഫ്രീക്വൻസി എന്നൊക്കെ നമുക്ക് വിളിക്കാം. t എന്ന് പറയുന്ന ടൈം ആണ്. ϕ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാം. y എന്ന് പറയുന്നത് ആരാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, k പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ϕ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ എന്നും അറിയപ്പെടുന്നു. ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ. ഓക്കെ, അപ്പൊ ഈ കാര്യം ജസ്റ്റ് ആദ്യം ഓർമ്മയിൽ ഉണ്ടാകുക. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് സാധാരണ രീതിയിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാകണം. ഓക്കെ, ഇനി ഞാൻ ആ എക്സാമിന് പ്രീവിയസ് ഇയർ എക്സാമിനെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അപ്പൊ ഈ കാര്യം ജസ്റ്റ് ഓർത്തു വെക്കുക. ഇനി വേറൊരു കാര്യമുണ്ട്. ഇത് y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം അളക്കുന്നത് മീറ്ററിലാണ്. ആംപ്ലിറ്റ്യൂഡ് ആണ് a, അളക്കുന്നത് മീറ്ററിലാണ്. k എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ k എന്ന് പറയുന്ന ആ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന് 2π/λ എന്ന് പറയുന്ന ഇക്വേഷൻ ആക്കി ഇത് എഴുതാൻ പറ്റും. k = 2π/λ എന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഇതിലെ ലാംഡ എല്ലാവർക്കും അറിയാം, വേവ് ആണ്. വേവ് ലെങ്ത് ഉണ്ടാവും, അതാണ് ലാംഡ. ഇനി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അതിനെ 2π/t എന്നാണ് എഴുതാറുള്ളത്. നമുക്കറിയാം t എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. 1/t എന്ന് പറഞ്ഞാൽ ആരാ? 1/t എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് ഒമേഗനെ വേണമെങ്കിൽ 2π/ν എന്ന് എഴുതാം. ന്യൂ എന്ന ഫ്രീക്വൻസി ആണ്. 1/t ആണ് ഞാൻ ന്യൂ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ മൊത്തം ടേം, അതായത് ഈ ബ്രാക്കറ്റിലുള്ള മുഴുവൻ ടേം kx - ωt + ϕ, ഈ ടേം ഫേസ് ഓഫ് ദി വേവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ചില ക്വസ്റ്റ്യൻസിൽ ഈ ϕ കാണൂല. അതിന്റെ അർത്ഥം ഇനീഷ്യൽ ഫേസ് 0 ആണെന്നാ. എല്ലാ ഇക്വേഷൻസിലും ϕ ഉണ്ടാവണമെന്നില്ല. ϕ 0 ആണെങ്കിൽ അത് അവിടെ എഴുതാറില്ല. അതുകൊണ്ട് അവിടെ ϕന്റെ സ്ഥാനത്തൊന്നും കാണുന്നില്ലെങ്കിൽ അത് 0 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇനി വേവിന്റെ വെലോസിറ്റി ചോദിക്കാറുണ്ട്. വെലോസിറ്റി ഓഫ് വേവ് ചോദിച്ചാൽ v = ω/k ചെയ്താൽ മതി. ഓക്കെ, ഒമേഗ
അതുപോലെ കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിവിഷൻ എടുത്താൽ വി, അതായത് വേവ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതില് നെക്സ്റ്റ് അതില് ഓക്കെ, നമ്മളതിൽ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ സൗണ്ട് ട്രാവലിംഗ് along a string. A sound traveling along a string is described by y equal to 0.005 sin 80x ശ്രദ്ധിക്കാം മൈനസ് 3.0t. ഇത്രയാണ് ഇക്വേഷൻ ഉള്ളത്. ഇങ്ങനെയാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. എന്നിട്ട് കാൽക്കുലേറ്റ് ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, 2 വേവ് ലെങ്ത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും. ഇതാണ് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു y equal to a sin kx minus omega t plus 5. ആ ഫോമിലുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ തന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എ എന്തായിരിക്കും, ഇതൊരു ഈസ് ഇറ്റ് എ ട്രാവലിംഗ് വേവ് ഓർ സ്റ്റേഷനറി വേവ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് ട്രാവലിംഗ് വേവ് ആണ്. എക്സും ടിയും ഉള്ള ഈ ടൈപ്പ് ഇക്വേഷൻ എന്തായിരിക്കും, ട്രാവലിംഗ് വേവ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളൂ, ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും. പക്ഷേ ഇതിന്ന് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതെന്ന് ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിക്കാം. ആദ്യം ഇതില് ഫസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണ്, y equal to a sin kx minus omega t plus 5. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, ശ്രദ്ധിക്കാം. ഇനി ഈ ഇക്വേഷൻ പ്രകാരം ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള വേവിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇങ്ങനെ പഠിച്ചത്. അതേ മോഡൽ ഇക്വേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതാണ് ഈ ഇവിടെ തന്നിരിക്കുന്നത്. അതായത് സൈനിന്റെ മുമ്പ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എ ആയിരുന്നു. ഇവിടെ സൈനിന്റെ മുമ്പ് എന്താണ് 0.005 എന്നാണ്. അതിന്റെ അർത്ഥം ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എത്രയാണ്, 0.005 ആണ്. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് A equal to 0.005. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കറിയാം, മീറ്ററിലാണ് നമ്മൾ സാധാരണ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് യൂണിറ്റ് കൃത്യമായിട്ട് എഴുതണം, മീറ്റർ. ഇനി ചില ക്വസ്റ്റ്യൻസിൽ സൗണ്ട് ട്രാവലിംഗ് അലോങ് എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഈക്വൽ ടു ഇക്വേഷൻ തന്നിട്ട് എക്സ് ആൻഡ് വൈ ആർ ഇൻ മെഷേർഡ് ഇൻ സെന്റിമീറ്റേഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വന്നാൽ ആംപ്ലിറ്റ്യൂഡ് സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ മീറ്ററിൽ തന്നെ എടുക്കുക. SI യൂണിറ്റ് ആണ് മീറ്റർ, അതുകൊണ്ടാണ് മീറ്റർ എടുത്തിരിക്കുന്നത്. ഇനി അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് വേവ് ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് സൈൻ, ഇതിൽ രണ്ടൊരു സൈൻ ഉണ്ട്. ഇവിടെ 80x, നമ്മൾ യഥാർത്ഥ ഇക്വേഷനിൽ kx എന്നാണ്. ഇവിടെ k യുടെ സ്ഥാനത്ത് 80 ആണ്. അതിന്റെ അർത്ഥം k equal to 80. ഓക്കെ, k യുടെ സ്ഥാനത്ത് ഇവിടെ 80 ആണ്. അതുകൊണ്ട് k equal to 80. ഇനി k നെ നമ്മൾ 2π/λ എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇക്വേഷൻ. k നെ 2π/λ എന്ന് വിളിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 80. എങ്കിൽ λ അങ്ങോട്ട് എടുത്ത് 80 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താവും, 2π/80 ഈക്വൽ ടു λ. കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ, കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യണം. 2π വാല്യൂ അറിയാം, 80 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ λ കിട്ടും. λ എന്ന വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ആണ്. അതും എന്തിലാണ് അളക്കേണ്ടത്, മീറ്ററിലാണ്. ഇവിടെ സെന്റിമീറ്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളെല്ലാം മീറ്ററിൽ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ലാംഡയും മീറ്ററിൽ എടുക്കണം. അപ്പൊ ഇതാണ് λ ഈക്വൽ ടു 2π/80 മീറ്റർ. ഇങ്ങനെ ഇടാൻ പാടില്ല, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഫുൾ ആയിട്ട് ചെയ്ത് നോക്കണം. 2π/80
മീറ്റർ എന്നാണ് നമുക്ക് വേവ് ലെങ്ത് കിട്ടിയത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിലെ ഇനീഷ്യൽ ഫേസ് എത്രയാണ്. അപ്പൊ ഇനീഷ്യൽ ഫേസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനീഷ്യൽ ഫേസ് നോക്ക്, നമ്മുടെ ഇക്വേഷനിൽ ഇതാണ് ഫൈ. ഈ ഫൈ ആണ് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ. ഇവിടെ ഫൈയുടെ സ്ഥാനത്തൊന്നുമില്ല. ഒമേഗ ടിന്റെ സ്ഥാനത്ത് ആളുണ്ട്, പക്ഷെ ഫൈയുടെ സ്ഥാനത്തൊന്നുമില്ല. അതിന്റെ അർത്ഥം ഇനീഷ്യൽ ഫേസ് ഫൈ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇനീഷ്യൽ ഫേസ് ഫൈ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി ചിലപ്പോ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് ഫ്രീക്വൻസി കാണാനാണ്. ഫ്രീക്വൻസി എങ്ങനെ കാണും? ഇവിടെ നമുക്ക്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഒമേഗനെ 2π ന്യൂ എന്ന് എഴുതാന്ന് നേരത്തെ ബോർഡിൽ എഴുതിയതാണ്. ഒമേഗനെ 2π ന്യൂ, അതിലെ ന്യൂ ആണ് ഒരു ഫ്രീക്വൻസി. ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് ഇക്വേഷനിൽ തന്നിരിക്കുന്നത് എന്താണ്? 3 ആണ്. ഇതൊരു ഒരു സ്റ്റൈലാണ് 3.0 എന്ന് എഴുതുന്നത്. അങ്ങനെയാണ്, അതാണ് റൂൾ. അതുകൊണ്ടാണ് 3.0 3 നിർത്താൻ മതി. ഒമേഗ എത്രയാണ്? 3 ആണ്. ഒമേഗയുടെ സ്ഥാനത്ത് ആളുള്ളത് 3 ആണുള്ളത്. ടി ഇവിടെ ഉണ്ട്. ഒമേഗയുടെ സ്ഥാനത്ത് 3 ആണ്. അതുകൊണ്ട് ഒമേഗ ഈക്വൽ ടു 3. ഇനി ഒമേഗനെ 2π ന്യൂ എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. 2π ന്യൂ ഈക്വൽ ടു 3 എങ്കിൽ ന്യൂ ഈക്വൽ ടു 3/2π. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. എത്ര യൂണിറ്റ്? 3/2π. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ടൈം കുറവായതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3/2π നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയും ഹെർട്സ് ആണ് ഒരു ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി ഈ രീതിയിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് വേവ് സ്പീഡ് v ഈക്വൽ ടു ω/k എന്നാണ് ചെയ്യേണ്ടത്. വേവ് സ്പീഡ് ഒമേഗ ഇവിടെ 3 ആണ്, k ഇവിടെ 80 ആണ്. ഓക്കെ, 3/80 കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. സ്പീഡ് ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഫേസ്, പിന്നെ വേവ് സ്പീഡ്, ഇത്തരം കാര്യങ്ങളാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ സാധാരണ ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ ഇത് ട്രാവലിംഗ് വേവ് ആണെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, താങ്ക് യു.